ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് സ്നോവെൽത്ത് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം $50 ഫ്രീ ആയി തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $50 എന്ന് പറയുമ്പോൾ ഏകദേശം 4000 സംതിങ് റുപ്പീസാണ്. അത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് നാളെ മുതൽ വരുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു $50 ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയട്ടെ. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോം വരുന്നതായിരിക്കും. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് അതിന് ചോദിച്ചിട്ടുള്ളത് കൺട്രിയാണ്, ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് അത് കൊടുത്തതിന് ശേഷം ഇൻവിറ്റേഷൻ കോഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് അത് എൻ്റർ ചെയ്യുക. പിന്നെ വരുന്നത് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്യാപ്ചയൊക്കെ പോലെ തന്നെയാണ്, ക്യാപ്ച വെരിഫിക്കേഷൻ ഇല്ല അതുപോലെ തന്നെയാണ്. സൈഡിലായിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ലെറ്റേഴ്സും നമ്പേഴ്സും നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് സൈൻ അപ്പ് ബോണസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ ഒരു ഐക്കൺ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെലിഗ്രാം എന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇൻബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഹായ് അയക്കുക. അതിനുശേഷം എന്താ പറയുക ആഡ് ബോണസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ID സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ യൂസ് ചെയ്ത ആ ഒരു മെയിൽ ID ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ആ ഒരു ബോണസും കാര്യങ്ങളൊക്കെ ആഡ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു റിപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോണസ് നിങ്ങൾ ആദ്യം തന്നെ ക്ലെയിം ചെയ്തെടുക്കുക. ഇനി ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ ഒരു വെബ്സൈറ്റാണ്. ട്രേഡിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ടേംസിലുള്ള എന്താ പറയുക പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻകം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തെ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് 4% ആണ് കേട്ടോ. ആദ്യം 7 ദിവസത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 3 ദിവസം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഏകദേശം 2 പ്രൊഡക്റ്റ് ഞാൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹോൾഡിംഗ് ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ $17 ആണ്. ഏകദേശം ഇന്നാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നാളായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും. അവിടെ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറഞ്ഞു തരാം. അതിനുശേഷം മാത്രം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഓരോ ടേംസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റിൻ്റെ ടേംസ്. ഇപ്പം നമ്മൾ ഒരു 3 ദിവസത്തെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ 3ാമത്തെ ദിവസം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ടേമും കാര്യങ്ങളൊക്കെ എക്സ്പയർ ആവും. അന്നേരം നമുക്ക് എന്താ പറയുക ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും അതിൻ്റെ 4% പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ 7 ദിവസത്തെയും 14 ദിവസത്തെയൊക്കെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളുടെ ആ ഒരു ഡേയ്സ് കൂടുന്തോറും എന്താ പറയുക നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൂടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര ഇൻകാണ് കിട്ടുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ താഴായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എമൗണ്ട് എൻ്റർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അവിടെ എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ട്രയൽ ഫണ്ട് യൂസ് ചെയ്യുന്നവർ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബൈ നൗ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രയൽ ഫണ്ട് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസത്തിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ബൈ ചെയ്യുക. എങ്കിലേ നമുക്ക് എന്താ പറയുക വിഡ്രോ ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതായത് നമുക്ക് കിട്ടിയ ഒരു ട്രയൽ ബോണസ് ഉണ്ടല്ലോ $50, അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമേ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ചധികം ദിവസത്തിന് നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് മിനിമം വിഡ്രോൾ വരുന്നതും $11 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര ഡോളറാണോ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അത് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ ആയിട്ട് മാർക്കറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ നോക്കുക, കറൻറ്റ് വാല്യൂ നോക്കുക. അതായത് ഇപ്പോൾ റെഡ് കളർ ആണെങ്കിൽ ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ കളർ ആണെങ്കിൽ
ആണെങ്കിൽ അപ്പായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി ഇവരുടെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, സിഗ്നൽ ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലൂടെ ഒരു ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, അതായത് സ്റ്റാർട്ടിങ് ടൈം ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേംസിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ബൈ ചെയ്യരുത്. മാക്സിമം ചെറിയ ടേംസൊക്കെ നോക്കി ബൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് ഡെയിലി നമുക്ക് എത്ര ഇങ്കാണ് കിട്ടുന്നത്, എത്ര ഇങ്കാണ് ഹോൾഡിങ്ങിലുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും അത്യാവശ്യം എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരാളെ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ റെഫർ ചെയ്ത ഒരു വ്യക്തി ഇതിൻ്റെ അകത്ത് എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 40% കമ്മീഷനായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതുപോലെ 4th ലെവൽ കമ്മീഷൻ വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ബോണസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എത്ര ഇങ്കാണ് നമുക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ ഏകദേശം ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനീനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഡെപ്പോസിറ്റ് എന്ന് പറയട്ടെ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത് $11 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് ഇൻസ്റ്റൻറ്റ് പേ എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ പേ ഉണ്ടാവും, അതുപോലെ തന്നെ ഗൂഗിൾ പേ, പേടിഎം ഒക്കെ അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് ഇതിലോട്ട് റീചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. ആദ്യം തന്നെ എമൗണ്ട് എൻ്റർ ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റൻറ്റ് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ ലൈവായിട്ട് ഒരു $11 നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ വാലറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് $11 ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ID പ്രൂഫ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആയിട്ട് എൻ്റെ ആധാർ കാർഡാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്തിട്ട് താഴെയായിട്ട് സബ്മിറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. നിങ്ങൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ വിഡ്രോയിൽ സക്സസ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് എനിക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് രണ്ടാമത്തെ വിഡ്രോയിലാണ്. ആദ്യത്തെ ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ID കാർഡ് അപ്ലോഡ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നീട് അത് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നിങ്ങളെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.